വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളാണ്. ഷാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നെജില ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ രണ്ടും സ്നേഹിച്ചു തുടങ്ങിയപ്പോഴും നമ്മളെ മക്കളെ മാത്രമേ നമ്മൾ ചേർത്ത് പിടിച്ചുള്ളൂ. ഇക്കാക്കൊരു കുഞ്ഞുണ്ടെന്നും ഇങ്ങനെയാണെന്നും എനിക്കിങ്ങനെ 3 മക്കളുണ്ടെന്നും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അതിഥിയും കൂടെ വരണം. നമ്മൾ അതിനെ കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ്. നമ്മളെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കുമ്പം അതെങ്ങനെ ആയിരിക്കും, അതെന്തായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കണം. അൽഹംദുലില്ലാ ഇതുവരെയുള്ള ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പമില്ല. അതിന് ചെന്നിട്ട് വേണം മിച്ചുമോനെ ആധാർ എടുക്കാൻ പോകും. അവരൊരു കല്യാണത്തിന് പോരുന്നു, ഉപ്പയും മക്കളും ഒക്കെ, ഉമ്മയൊക്കെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പബ്ലിക്കിൽ വന്നിട്ട് ആരെയും എന്തും പറയാമെന്നൊരു തോന്നിവാസം ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയേക്കണം. ഇപ്പം എൻ്റെ ഭർത്താവിനെയാണെങ്കിലും എൻ്റെ വീട്ടുകാരെയാണെങ്കിലും അതുപോലെ ഇക്കാരെ ഉമ്മായെയാണെങ്കിലും എന്തെങ്കിലും പറയാൻ ആരെയും യോഗ്യതയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. തെറി ഒന്നിനും ഒരു പരിഹാരമല്ല. ചീത്ത എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം നിനക്ക് പബ്ലിക്കിൽ ആരെയാണ് പറയണേന്ന് അറിയില്ല. നിനക്ക് പബ്ലിക്കിൽ ആര് ലൈസൻസ് തന്നിട്ടില്ല തെറി വിളിക്കാൻ? നീ ഇപ്പം നാട്ടുകാരെ ഉമ്മായും പാപ്പായും എല്ലാരെയും പറയണ്. നിന്റെ അമ്മയെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയെന്ന് പറഞ്ഞ് അതേപോലെ നമ്മളെയൊക്കെ പൊള്ളും. പിന്നെന്തെന്നറിയാമോ, നമ്മൾ 2 കൈ കൊണ്ടും കൊട്ടുമ്പോഴേ സൗണ്ട് ഉണ്ടാക്കുള്ളൂ. നീ അവിടെ കിടന്ന് തുള്ളിക്കോ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾക്ക് കുറച്ചൊക്കെ ഒത്തിരി ഒരു ഭയമുണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്. പിന്നെ നമ്മൾ റബ്ബ് ഇങ്ങനെയാണ് സൃഷ്ടിച്ചേക്കണം. നീ വന്നിട്ട് ആ വികലാംഗയായ അല്ലെങ്കിൽ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു ഇത്തായ നീ എന്തെല്ലാം പറഞ്ഞടി, നീ എന്തെല്ലാം പറഞ്ഞ്. അവർക്ക് 2 കൈ കാല് ജന്മനാ ഒരു വൈകല്യമുള്ള ഒരാളല്ല. അവരെ പുറത്തൂടെ മതില് ഇടിഞ്ഞു വീണതാണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത്. അവരെ ഭർത്താവൊക്കെ അറിയണം. നീ കിടന്ന് ഈ കാട്ടിക്കൂട്ടുന്ന തെറികളുണ്ടല്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ നീ നോക്കണ്ട. എന്തായാലും അവനെ ഞാൻ നോക്കാൻ വന്നിട്ടില്ല. നീ പബ്ലിക്കിൽ അതും പറഞ്ഞൊപ്പിച്ച്. എന്തായാലും 52 വയസ്സുള്ളവനെ എനിക്കിപ്പം 38 വയസ്സുള്ള എൻ്റെ ഭർത്താവുണ്ട്. നിന്റെ ഭർത്താവിനെ എനിക്ക് നോക്കേണ്ട കാര്യം എന്തേര്? പിന്നെ മറ്റോന് പിന്നെ കെട്ടിക്കാത്തൊരു തടിച്ചിയുണ്ടല്ല. അവള് പറഞ്ഞു നിന്റെ അയച്ചാനേകനെ എന്തിനു പറഞ്ഞെന്ന് ചോദിക്കട്ടെ. അവളെന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. മലപ്പുറത്തെടുക്കണം അവക്ക് എന്നെ പറയാൻ എന്തൊരു കാര്യം? എന്നെ കല്യാണ രമണി എന്ന് വിളിക്കേ. അവളെ ഇതുവരെ കെട്ടിച്ചിട്ടുണ്ടാ? ഇല്ലല്ല. പിന്നെ നമ്മളെ ഫാമിലി കാര്യങ്ങളാണ് നമ്മൾ കണ്ടന്റായിട്ട് വീഡിയോ ചെയ്യണത്. പിന്നെ ഷാൻ ഇനി എന്ത് ചെയ്താലും നെജില എന്ത് ചെയ്താലും നീ നോക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇനി നെജിലാക്ക് 5ാമതൊരു അവിഹിതം ഒപ്പിച്ചാൽ ഷാൻ കളഞ്ഞിട്ട് പോകും. അങ്ങനെ കളഞ്ഞിട്ട് പോയിക്കാ. പിന്നെ എന്റെ ഇക്കാരെ ലൈവ് വരെ വെച്ച് നീ റീച്ച് ആയോളാണ്. വിറ്റ് തിന്നിട്ട് നിന്നെ പോലെ തരം താഴ്ന്ന കള്ള ഐഡി ഉപയോഗിച്ചിട്ട് നമുക്ക് കയറേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നുവരെയും നിന്റെ ലൈവില് അനാവശ്യം കയറി പറഞ്ഞിട്ടില്ല. നീയാണ് നിന്നെ ഞാൻ ഹൈഡ് ചെയ്തിട്ടേക്കാണ്. നിന്നെ ഐശാനേഖയൊക്കെ വലിഞ്ഞെറിയാണ് എന്റെ ലൈവില് പറഞ്ഞത്. ആ പെണ്ണിനൊക്കെ വേറെ വല്ല ജോലിയില്ലേ? പിന്നെ നീ എന്റെ മസ്റുമോളെ പറഞ്ഞ്, എന്റെ മുത്തുമോനെ പറഞ്ഞ്, എന്റെ മിച്ചുവിനെ പറഞ്ഞ് 3 ഭർത്താവിന്റെ ആൾക്കാരെ കൊണ്ടുവന്ന് നീ ഇപ്പൊ ഒരു കാര്യമുണ്ട്. വയസ്സായ സ്ത്രീ നിന്നെ അങ്ങോട്ട് വിളിച്ചു. ഓക്കെ, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നീ അവരെ വിളിച്ച തെറിയളാ. അവരെന്തോ പറഞ്ഞോട്ടെ, അവര് വയസ്സായതാണ്, എന്തോ പറഞ്ഞോട്ടെ. നിന്റെ അമ്മ പറഞ്ഞ നിന്നെ സഹിക്കില്ല. നീ എന്റെ ഉമ്മായ മാമി എന്ന് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചല്ല. നിനക്ക് ആരും എന്തും പറയാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ നീ അത് നിന്റെ മക്കളടുത്തും ഭർത്താവിന്റെ അടുത്തും കാണിച്ചാൽ മതി. നമ്മളടുത്ത് കാണിക്കാൻ വരണ്ട. പിന്നെ നീ എന്റെ കൊച്ചിന് തന്തേനെ വരെ യൂട്യൂബിൽ കൊണ്ടുവന്നു, നീയും ചെപ്പീനായും കൂടെ. എന്തരാണ് തന്ത? നിന്റെ കൊച്ചുങ്ങളെ തന്തയെ പറഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് പൊള്ളിയായിരുന്നു. നീ അന്നും ഇന്നും പൊക്കി പിടിച്ച് പറയുമല്ലോ സൂഫി സഫറിന് പൈസ കൊടുത്തെന്ന്. എനിക്ക് സൂഫി സഫറിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നീ അപ്പം സ്നേഹതീരത്തിന്റെ 50,000 മേടിച്ച് മൊബൈൽ മേടിച്ചത് അത് അവിഹിതമല്ലേ? എന്റെ പെണ്ടാട്ടി അറിയാതെയല്ലേ? എന്റെ കുഞ്ഞുങ്ങൾക്കാണ് അയാൾ തന്നിട്ടുള്ളത്. അതെന്തായാലും പബ്ലിക് വീഡിയോ ഇട്ട് എന്നെ അത് ചെയ്യോടി. പിന്നെ പൂന്തറ സ്റ്റേഷനിൽ നിനക്ക് വേണ്ടെന്ന് നോക്കിയപ്പോ നീ എന്റെയൊക്കെ കുടിച്ചോണ്ട് തെറി വിളിച്ചെന്ന് നീ എന്ന് പൂന്തറ സ്റ്റേഷനിൽ പറഞ്ഞു. എവളെ അപ്പൊ നിന്റെ ഇന്നത്തേക്ക് ലൈവും തെറിയളുവാ. നിന്റെ റബ്ബർ വിളയിൽ എനിക്ക് പറഞ്ഞ അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടി, കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് ഫോൺ വിളിച്ചപ്പോ മാന്യമായി സംസാരിച്ചത് എന്തുകൊണ്ടാണ്? എനിക്ക് കിടന്ന് അടികൂടാൻ വയ്യ. ഷെഫീനാരുടെ അടുത്തും അത് തന്നെ പറഞ്ഞ. ഷെഫീന ഇതിനകത്ത് കുളം തോണ്ടാൻ നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ എന്റെ ഇക്കാരെ ഉമ്മ ചോദിച്ച് ഇതേപോലെ നമ്പര് ഷെഫീനക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടാ? അപ്പം പ്രശ്നം ഉണ്ടാവട്ടെ, കയ്യോട്ടി അങ്ങ് ചിരിക്കാന്ന് വിചാരിച്ച്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നെജിലായും ഷാനും ഒന്നിച്ചത് ആരെയും പൈസ കണ്ടിട്ടല്ല.
പിന്നെ നമ്മളെ സഹായിക്കുന്നവര് നീ എത്ര ഇനി പറഞ്ഞാലും സഹായിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചാരിറ്റി വീഡിയോ ഇനിയും ചെയ്യും. നിനക്ക് ചെയ്യാൻ പറ്റുന്നൊന്ന് ചെയ്താണ് വേണമെന്നുള്ളവര് സഹായിച്ചത്. പിന്നെ ഇക്കാരമ്മക്ക് വേണ്ടി അന്ന് വീഡിയോ ചെയ്തിട്ട് ആരും പൈസ കൊടുത്തില്ല, ഒരു രൂപ പോലും അല്ലേക്കാ ആരും കൊടുത്തില്ല. എൻ്റെ കയ്യിൽ ഒരു 500 രൂപ ഒരാൾ തന്ന അത് ഞാൻ അമ്മ കൊണ്ട് കൊടുത്ത് പെരുന്നാളിനിക്ക പൈസ അയച്ച് എനിക്ക് തന്ന് ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുത്തു. അത് തന്നെ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നീ ഇങ്ങോട്ട് വരലേ അടി, എല്ലാരെയും എന്തും പറയാന്നും പറഞ്ഞ് നീ നിക്കലേ അടി. എനിക്ക് ആള് മാറിപ്പോയി കേട്ടാ. ഞാൻ ഇപ്പൊ ഇത് പറയണ്ടാന്ന് വെച്ചതാണ്. കാരണം പെണ്ണിന് പറയും. ഇപ്പൊ ഇക്ക പറഞ്ഞാലേ ഉള്ളൂ നിനക്ക് കുറ്റം. നിന്റെ നട്ടല്ലുള്ളവനെ പബ്ലിക്കിന്റെ മുമ്പ് കൊണ്ടുപോടി, അല്ലെങ്കിൽ അവനൊരു ഉളുപ്പുണ്ടാ. നീ എന്നെ വിറ്റല്ലേ തിന്നുന്നത്. ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ തെറി വിളിക്കേണ്ട കാര്യം നിന്റെ ഭീഷണിയും റൗഡിത്തരവും ആ ബ്ലാക്ക് പാണ്ഡെ പോലത്തെ മുഖവും കൊണ്ട് അവിടെ ഇരുന്ന് കുറച്ചാൽ മതി, ഇങ്ങോട്ട് കുറയ്ക്കണ്ട. നിന്റെ ഐറ്റാനെയൊക്കെ റൗഡിച്ചിയുണ്ടല്ലേ, അവളെയും പബ്ലിക്കിൽ കൊണ്ടുവരുന്നുണ്ട്. അവളെ ഫോട്ടോ എനിക്കിപ്പോ എടുത്തിട്ടിട്ട് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നീ പറഞ്ഞ കണക്ക്. അതെന്താ അപ്പൊ നീ ഒരു കാര്യമുണ്ട്, നീ നാട്ടുകാർക്ക് എല്ലാവർക്കും അവിഹിതവും നിന്റെതെല്ലാം വിഹിതവും നമ്മളെല്ലാം അവിഹിതവും കിടക്കട്ടെ. അങ്ങനെ ഒരു അവിഹിതം നീ എല്ലാവർക്കും അവിഹിതം ഒപ്പിക്കാൻ മഹാറാണിയാണ്. കാരണം എന്തറിയാമോ, നീയും മറ്റത് കണ്ടാണ് വളർന്നത്, അതുകൊണ്ടാണ് നിനക്ക് പൊള്ളുന്നത്. അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല. നിനക്ക് തെറിവിളി, നീ തെറിയിടന്ന് വിളിച്ചോ, പക്ഷേ ഇങ്ങോട്ട് കയറി കളിക്കാൻ വരല്ലേ പൊന്ന. നിന്നെ അലക്കി ഉടുത്ത് കളയും ഞാൻ എടുത്തിട്ട്. പിന്നെ എത്രയും നാളെ ഞാൻ വേണ്ടാന്ന് വെച്ച് എന്തെന്നറിയാമോ, നീ എങ്ങനെയെങ്കിലും ഷാനങ്ങ് കളഞ്ഞിട്ട് പോയെങ്കിൽ നിനക്ക് 5ാമത് ലവള പാവാട വള്ളി ഉണ്ടല്ലോ, ചെപ്പീനാരാ ഒരു കറുമ്പയ നമ്മൾ കണ്ട അവൻ എന്റെ കൊച്ചിന്റെ ഹരിയേട്ട എന്തായിരുന്നു അവന്റെ പേര്, എന്തായിരുന്ന ഒരു വവ്വാലി തൂങ്ങി മാസ്ക് ഇട്ട അവൻ അവിടെ ഒന്ന് ഇതാക്കണം. അവന് നേരെ ചൊവ്വേ എന്റെ കോമ്പൗണ്ടിൽ കയറാനുള്ള അധികാരം അവക്ക് ഉണ്ടാന്ന് നോക്കിയാണ്. പിന്നെ ചെപ്പീനെ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കാത്ത സത്രമല്ലേ നമ്മളെ വീട്, കാലടിച്ച് ഓടിക്കും ബാപ്പ എന്റെ. പിന്നെ നീ എന്റെ ഉമ്മായെയും ബാപ്പായെയും റഹീമിനെ കൂടെ വിളിക്കോളൂ. എന്തിനാണ് അസറൂറാരാ? ഞാൻ എന്തേലും കിട്ടിയടി, ചെപ്പീനെ ചെയ്തിട്ട് എന്തേലും കിട്ടി? നമുക്കൊന്നും കിട്ടാനില്ല, നമുക്കൊന്നും വരാനുമില്ല. നെഞ്ചിലായും ചാനും ആരെയും കണ്ടിട്ടല്ല ഒന്നായത്. പിന്നെ ഇക്കാരമ്മമാരുടെ അടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഇക്കാരമ്മ ചെബീൻ എങ്ങനെയെങ്കിലും ഒന്ന് ബഹളം വെക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. നിനക്ക് അതിനൊന്നും വീഡിയോ ചെയ്യാനില്ലേടി? നിന്റെ നമ്പർ കൊടുത്തതിന് ബാക്കിയുള്ളവരെ പൊങ്ങിച്ചാടി നീ പറയണേട്ടെ അടി. ഒന്നും അറിയാതെയും കേൾക്കാതെ നീ പറയരുത്. നിന്റെ ഈ അണപ്പല്ലിന്റെ 2-3 പോയാലേ ഉള്ളൂ, ബാക്കിയും കൂടെ ആണുങ്ങൾ അടിച്ചങ്ങ് ഇളക്കി കളയും കേട്ടല്ലേ. മര്യാദയ്ക്ക് യൂട്യൂബ് അവർക്ക് റീച്ച് ഇല്ലാത്ത സമയത്ത് നമ്മളെ പിടിച്ചെത്തി റീച്ച്. ബാക്കി എന്തൊരു വീഡിയോ ചെയ്തിട്ട് നിനക്ക് റീച്ച് ഉണ്ടടി, നാണം കെട്ടോളെ. നിനക്കാണ് പെരുമ്പാവൂര് കിടക്കാൻ പൊന്നുപറ്റ അവിഹിതം, ഇവിടെ നമുക്കാർക്കും അല്ല അവിഹിതം. എനിക്ക് ഉണ്ടെങ്കിലേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഇഷ്ടവും സ്നേഹവും എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഭർത്താവിനെയും എൻ്റെ സഹോദരനെയും ഇതൊക്കെ അറിയാം. അല്ലാതെ നിന്നെ പോലെ ഒന്നും പറയണില്ല. മാപ്പിള ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പൈസ മേടിച്ചു വെച്ചിട്ട് അതെന്റെ സ്നേഹം 50,000 രൂപയൊക്കെ തരാം. ഒരു 1,000-2,000 ഒന്നും കൊടുക്കണക്കല്ല, 50,000 അത്ര ആഴം ഉള്ളതുകൊണ്ട് എന്നടി നിനക്ക് 50,000 തന്നാവേ കേട്ടോ. ഇനി ഇങ്ങോട്ട് നികളിക്കാൻ വരല്ലേ, നിന്നെ എടുത്തിട്ട് അലക്കി ഉടുത്ത് കളയും കേട്ടല്ലേ. ഇത്രേ ഉള്ളൂ. നീ അസൂറാത്തായൊക്കെ പറയും പോലെ ഇങ്ങോട്ട് കയറി കളിക്കാൻ വന്നാണ്ടല്ലേ. ഈ നെജിലായി പറഞ്ഞു എന്നെ വിറ്റ് തിന്നോ, പിന്നെ നിന്നെ വിറ്റ് തിന്നാൻ നിരക്ക് നീ പറഞ്ഞില്ലേ മറ്റുള്ളവർ തെരുവിൽ കിടക്കണം, നീയും തെരുവിലല്ലേ കിടക്കുന്ന. കൂടുതൽ അഹങ്കരിക്കല്ലേ എടി അഹങ്കാരി. ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്